ശബരിമല തീർത്ഥാടനം കഴിഞ്ഞെത്തിയ ഭക്തർ കൊണ്ടുവന്ന അരവണ ടിൻ പൊട്ടിത്തെറിച്ചു. എരുമേലിയിൽ നിന്ന് വാങ്ങിയ അരവണയാണ് പൊട്ടിത്തെറിച്ചതെന്ന് വയനാട് ബത്തേരി സ്വദേശി ശശിധരൻ. ശബരിമലയിൽ നിന്നും വാങ്ങിയ മറ്റൊരു ടിന്നിൽ കാലാവധിയും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ശശിധരൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നു. അർജുൻ, ശബരിമലയിൽ നിന്ന് വാങ്ങിയ അരവണ ടിന്നിൽ കാലാവധി രേഖപ്പെടുത്തിയിട്ടില്ല. എരുമേലിയിൽ നിന്ന് വാങ്ങിയ അരവണ ടിന്ന് പൊട്ടിത്തെറിക്കുകയുമുണ്ടായി. എന്താണ് ഇത് വാങ്ങിയ ആൾ നമ്മളോട് വ്യക്തമാക്കുന്നത്? രജനി, 27-ാം തീയതിയാണ് ഇത്തരത്തിലൊരു അരവണ ഇവർക്ക് ലഭിക്കുന്നത്. അത് ലഭിക്കുന്നത് സുഹൃത്തുക്കൾ വഴിയാണ്. 28-ാം തീയതിയാണ് ഇവർ ഇത് വീട്ടിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ അരവണ ഈ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു അരവണയിലാകട്ടെ എക്സ്പയറി ഡേറ്റ് 7 ദിവസമാണ് എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. മാനുഫാക്ചറിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ട് 7 ദിവസം മാത്രമാണ് എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. സാധാരണ അരവണ എന്ന് പറയുന്ന 1-2 മാസമൊക്കെ നിൽക്കുന്ന ഒരു വസ്തുവാണ്. പക്ഷേ യാതൊരു വിധത്തിലും ഉള്ള മാനദണ്ഡവും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു എക്സ്പയറി ഡേറ്റ് ഇതിൽ ഇട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് ലഭിച്ച ഒരു അരവണയാണ്. അതിൽ എക്സ്പയറി ഡേറ്റേ ഇല്ല. അതിൽ ആകെയുള്ളത് മാനുഫാക്ചറിംഗ് ഡേറ്റ് ആണ്. ആ മാനുഫാക്ചറിംഗ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് 30/11/2024 അതിനുശേഷം ഇതിന് എപ്പോഴാണ് എക്സ്പയറി ഡേറ്റ് എന്നോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള സാഹചര്യമോ ഇതിലില്ല എന്നുള്ളതാണ് വസ്തുത. ഇവർക്ക് ലഭിച്ചതിന് ശേഷം വീട്ടിൽ കൊണ്ടുവെക്കുകയും ഇന്ന് രാവിലെ ഈ അരവണ തുറക്കുവാൻ വേണ്ടി നോക്കുന്നതിന് മുൻപ് തന്നെ ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ വലിയ ഒരു ആശങ്ക ഇവർക്ക് ഉണ്ടായിരുന്നു. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അരവണ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അർജുൻ, ശബരിമല അപ്പം അരവണ പ്രസാദവുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാലപ്പഴക്കം നിശ്ചയിക്കുന്നതിനുള്ള തീയതി ഒരിടത്ത് രേഖപ്പെടുത്തുന്നില്ല, മറ്റൊരിടത്താണെങ്കിൽ വെറും 7 ദിവസം മാത്രം. സാധാരണ ഭക്തരൊക്കെ ആഗ്രഹിക്കുന്നത് അവർ പലപ്പോഴും തീർത്ഥാടന കാലയളവൊക്കെ തന്നെ വളരെ വലുതായിരിക്കും, മാസങ്ങളോളം നീളുന്ന കാലയളവായിരിക്കും. ശബരിമലയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ അവർ അത്തരത്തിലാണ് പ്രതീക്ഷിക്കുന്നതും. ഇവിടെയും അതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് 7 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഈ പരാതിക്കാരൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇങ്ങനെ യാതൊരു ഗുണനിലവാരവും ഇല്ലാത്ത വസ്തുക്കൾ അതിൽ തന്നെ കൃത്യമായി ഒന്നും രേഖപ്പെടുത്താതിരിക്കുക തികഞ്ഞ അലംഭാവം തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. തീർച്ചയായും ഇനി അത്തരത്തിൽ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കണ്ടതാണ്. ഇങ്ങനെ അരവണ കൂട്ടിയിടുന്നതും യാതൊരു വിധത്തിലും ഉപയോഗവും ഇല്ലാതെ പിന്നീട് ഉപയോഗശൂന്യമായ രീതിയിൽ ഈ ഒരു അരവണയൊക്കെ എടുത്ത് കളയുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഓരോ വർഷം വരുമ്പോഴും ഇത് കൃത്യമായി തന്നെ ആ ദേവസ്വം വകുപ്പിനെ അറിയിക്കുകയും അതിനോട് കൃത്യമായി തന്നെ നീതി പുലർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതുവരെയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു അരവണ ടിന്നിൽ മാത്രമായിരിക്കും. കാരണം ഈ ഒരു അരവണ ഉണ്ടാക്കുമ്പോൾ തന്നെ നിരവധി അരവണയുടെ കൂടെ തന്നെ ആയിരിക്കും ഈ ഒരു ടിന്നും വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും എക്സ്പയറി ഡേറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, മറ്റുള്ള അരവണയ്ക്കും ഇതേ എക്സ്പയറി ഡേറ്റ് ആണോ ഉള്ളതെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് സന്നിധാനത്തുള്ള അരവണയ്ക്കാണ് ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് പോലും ഇല്ലാതിരുന്നത്. അതും നമ്മൾ കൃത്യമായി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇതുവരെയും ഒരു എക്സ്പയറി ഡേറ്റ് പോലും എഴുതിയിട്ടില്ലാത്ത ഒരു അരവണയാണ് ഭക്തർക്ക് നൽകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണെന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. അത്തരത്തിൽ ഇനിയും നിരവധി പേര് ഇത്തരത്തിലുള്ളതുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല അർജുൻ, എന്തായാലും ഈ കാര്യത്തിൽ കൈയൊഴിയുന്ന ഒരു നിലപാട് തന്നെ ശബരിമല ദേവസ്വം ബോർഡ് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം എരുമേലിയിലെ ടിന്നിൻ്റെ കാര്യത്തിൽ അവർക്ക് വേണമെങ്കിൽ പറഞ്ഞൊഴിയാം, തങ്ങൾ 7 ദിവസത്തെ കാലാവധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. അതുമാത്രമല്ല ശബരിമലയിൽ നിന്ന് വാങ്ങിയതിൽ അപ്പോൾ എന്തുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ മറുവാദം ഉന്നയിക്കും, അത് മാസങ്ങളോളം ഇരിക്കാം എന്നുള്ളത് കൊണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുക എന്നുള്ളത് തന്നെയാണ് നയം. തീർച്ചയായും അങ്ങനെയെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞത് പ്രകാരമാണെന്നെങ്കിൽ എരുമേലിയിൽ അടക്കം പിന്നെ എന്തിന് മാനുഫാക്ചറിംഗ് ഡേറ്റ് എഴുതി എന്നുള്ളത് മനസ്സിലാക്കണം. ശബരിമലയിൽ മാത്രം മറ്റൊരു നിയമം എന്നുള്ളതില്ലല്ലോ. കാരണം എല്ലാ സ്ഥലത്തും ഒരേ നിയമം വെച്ചാണ് ഇത്തരത്തിലുള്ള എക്സ്പയറി ഡേറ്റ് അടക്കം നിർമ്മിക്കുന്നത്. അല്ലെങ്കിൽ